ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ചാള വറ്റിച്ചതാണ്. ഇതിന് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ കറികൾക്കും വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഞാൻ ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിക്ക് കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായി മാറിക്കിട്ടണം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 കപ്പോളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് ഇനി നമ്മൾ തിളപ്പിക്കാൻ പോണതാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല, ചൂടുവെള്ളം ആവശ്യമില്ല, പച്ചവെള്ളം തന്നെ ചേർത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഇരിക്കുന്ന 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 കഷ്ണം കുടംപുളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ കുടംപുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി വെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി വെട്ടി തിളച്ച് വരണം. അപ്പോൾ അതവിടെ ഏകദേശം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ചാള കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മൂടിയ ഇതേപോലെ അടയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ച് വെക്കേണ്ട, അതായത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടയ്ക്കുക, അല്ലെങ്കിൽ ചാറ് മുഴുവനും തിളച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അതാ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് നിർത്താം. ഞാനിപ്പോൾ ഇത് വറ്റിച്ചാണല്ലോ എടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നന്നായി നമ്മുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ചെറിയ ചാറുണ്ട്, അത് സാരില്ല, അത് ഞാനിനി നാളത്തേക്കാണല്ലോ എടുക്കണത്. അപ്പോൾ നന്നായി വറ്റി വന്നോളും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് ഒരു നുള്ള് ഉലുവ പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ചതൊന്നുമല്ല, വെറുതെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി കേട്ടോ, അതിൽ കൂടുതലായാൽ കയ്പായി വരും നമ്മുടെ കറി. ഇനിയിപ്പോൾ ഞാനതിലേക്ക് നിറച്ചധികം കറിവേപ്പില ഇതേപോലെ കൈ കൊണ്ട് ഞരടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചാള വറ്റിച്ചത്. അപ്പോൾ ഞാനിതിപ്പോൾ തലേ ദിവസമാണ് തയ്യാറാക്കി വയ്ക്കുന്നത്, നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ തയ്യാറാക്കി വയ്ക്കുക. കാരണം മീൻ കറികളൊക്കെ തലേ ദിവസം തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്കല്ലേ നല്ല അടിപൊളിയായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടണത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ നാളത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ചാള വറ്റിച്ചത് ഇവിടെ വറ്റിയിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇതിനിടയിൽ. അപ്പോൾ പുളിയും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചാള വറ്റിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അധികം ചേരുവകൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.